Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു കണ്ടിന്യൂസ് ചാനലിനെ വെക്റ്റർ ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നും അതേകൂട്ട് അതിൻ്റെ കോവേരിയൻസ് മീൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ. ലൈക്ലിഹുഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിനകത്ത് ഒരു റിസീവ്ഡ് വെക്റ്ററിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ, ദറ്റ് ഈസ് വി റെപ്രസെൻറ്റഡ് റിസീവ്ഡ് വെക്റ്റർ ഓക്കെ ആസ് എക്സ്. ഹോപ്പ് യു റിമെമ്പർ ദിസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ റിസീവ്ഡ് വെക്റ്ററിനകത്ത് ഒരു n റാൻഡം വേരിയബിൾസ് n റാൻഡം വേരിയബിൾസ് x1 x2 അപ് ടു xn ഓർ xj റാൻഡം വേരിയബിൾസ് ഉള്ള ഒരു വെക്റ്ററാണ് എക്സ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഈ xj എന്ന് പറയുന്നത് വേർ j ഈസ് ഈക്വൽ ടു 1 to n. That means x1 x2 up to xn are nothing but the random variables. Okay, we learned this. And what is the x? ഈ x എന്ന് പറയുന്നത് എന്താണ്? x എന്ന് പറയുന്നത് it is the received vector ആണ്. ഓക്കെ, it is the vector, received vector ആണ്. ഓക്കെ, ആൻഡ് സോ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ സി ഹിയർ we denoted x റാൻഡം വെക്റ്റർ. അതിനകത്ത് ഈ ഓരോന്നും റാൻഡം വേരിയബിൾസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ഓരോ റാൻഡം വേരിയബിൾസിനകത്തെയും സാമ്പിൾ വാല്യൂസ് ആണ് എന്ത് x1 x2 അപ് ടു xn എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ദീസ് xj ഡിനോട്ടഡ് റാൻഡം വേരിയബിൾ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ x1 x2 xj ഒക്കെ എന്തായിരുന്നു അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇതേ കൂട്ട് ഒരു കോറിലേറ്റർ. സി ദിസ് ഈസ് വാട്ട് വി ലേൺഡ് ഇൻ ദ ലാസ്റ്റ് 2 ക്ലാസ്സസ്. ഇങ്ങനെ ഒരു കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഓരോ എലമെൻ്റാണ് ഈ x1 x2 അപ് ടു xj എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ x എന്ന് പറഞ്ഞ സംഭവം എന്തായിരുന്നു? നമുക്ക് റിസീവ് അല്ലേ, ചാനലിൽ കൂടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി റിസീവ് ചെയ്യുന്ന സിഗ്നലായിരുന്നു. ഈ റിസീവ് ചെയ്യുന്ന സിഗ്നൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആ SIFT എന്ന് പറഞ്ഞ ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ കൂടെ നോയിസും കൂടി വരുമ്പോഴാണ് നമുക്ക് റിസീവ്ഡ് വെക്റ്റർ കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ ഈ എക്സ് എന്ന് പറഞ്ഞത് ഈ വെക്റ്റർ അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലും ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം ആ നോയിസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്ന ചാനലിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന സിഗ്നലാണിത്. അതുകൊണ്ട് തന്നെ ഈ വെക്റ്ററിനെ നമ്മൾ റിസീവ്ഡ് വെക്റ്റർ അല്ലെങ്കിൽ ഫൈനലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വെക്റ്റർ ഓർ ഒബ്സർവേഷൻ വെക്റ്റർ എന്നും ഇതിനെ പറയും. Okay, fine. And also in the last class we learned that covariance. Okay, I hope you remember we learned that the covariance of covariance between covariance of xj's equal to 0 എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ദാറ്റ് മീൻസ് കോവേരിയൻസ് ഓഫ് x1 x2 എടുത്താലും ഓർ കോവേരിയൻസ് ഓഫ് x2 x3 എടുത്താലും ഇതൊക്കെ നമുക്ക് 0 എന്ന് കിട്ടിയിരുന്നു. എന്താണ് അതിൻ്റെ മീനിങ്? അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കോവേരിയൻസ് ഓഫ് x1, x2 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് x1 ആൻഡ് x2 ആർ അൺകോറിലേറ്റഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദാറ്റ് മീൻസ് ദീസ് ടു റാൻഡം വേരിയബിൾസ് ആർ statistically independent. These റാൻഡം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻ്റ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെക്റ്ററിനകത്ത് ഈ ഓരോ റാൻഡം വേരിയബിളും ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളിനി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അതിൽ കൂടിയൊക്കെയാണ് നമ്മൾ ഫൈനലി ലൈക്ലിഹുഡ് ഫംഗ്ഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇഫ് ടു ഫംഗ്ഷൻസ് ആർ സേ ഇൻഡിപെൻഡൻറ്റ്, രണ്ട് ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ അതിൻ്റെ ഒരു ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ it can be obtained as the product. It can be obtained as the product of the probability density functions of its individual elements. അപ്പോൾ ഇതിനകത്ത് പറയുവാണെങ്കിൽ ഇവിടെ ഒരു വെക്റ്റർ ഉണ്ടല്ലേ, എലമെൻറ്റ്സ്.
അപ്പോൾ ഇവിടെ ഒരു വെക്ടറാണ്. ഈ വെക്ടറിനകത്ത് ഈ ഓരോ റാൻഡം വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നറിയോ? നമുക്ക് പറയാൻ സാധിക്കും ഈ വെക്ടറിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. സോ വി ക്യാൻ സേ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദിസ് വെക്ടർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് x1 മൾട്ടിപ്ലൈഡ് ബൈ the probability density function of x2. അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും, ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഓൾറെഡി മാത്സിൽ പ്രീവിയസ് കോഴ്സസിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റാൻഡം വെക്റ്റർ എക്സിൻ്റെ ഈ റിസീവ്ഡ് വെക്റ്റർ എക്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, സോ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ദ കണ്ടീഷണൽ ആദ്യം നമുക്ക് ആ ഒരു ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതി നോക്കാം. ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ വെക്റ്റർ എക്സ്. ഓക്കെ, അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളത് ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പക്ഷേ ഇത് മറ്റൊന്നുമല്ല. ആക്ച്വലി ദിസ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, നമ്മളിവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടീഷണൽ PDF ഓർ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ? ഈ വെക്ടർ എക്സിൻ്റെ. എങ്ങനെയായിരിക്കും വെക്ടർ എക്സിൻ്റെ എഴുതുന്നത്? the capital X, that is our random vector X. ഉള്ളിൽ നമ്മളൊരു കണ്ടീഷനാണ് എഴുതുന്നത്. ആ കണ്ടീഷൻ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് X bar Sij or I am going to write it as, ഒന്നുകിൽ ഇങ്ങനെ എഴുതും, പക്ഷേ നമ്മൾ ഇങ്ങനെ എഴുതാതെ we are going to write it as fx of ബ്രാക്കറ്റിൽ ആ കണ്ടീഷനാണ് X bar Mi. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അതിനകത്ത് കൂടുതൽ ഞാൻ ഈ എഴുതിയ സെക്കൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ MI എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. MI എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? SI ആണ് അല്ലേ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ SI കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു. ആ സോഴ്സ് MI സിമ്പിൾസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. MI symbols, okay, where I varies from 1 to M, that means M1, M2, okay, up to MM. ഇത്രയും സിമ്പിൾസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സാണ്. ആൻഡ് ഓൾസോ ആ ഓരോ സിമ്പിളും എമിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി 1/M പ്രോബബിലിറ്റി വെച്ചിട്ടായിരിക്കും ഓരോ സിമ്പിളും ഇവിടെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ M1, M2 അപ് ടു M സിമ്പിൾസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ആ സോഴ്സിനെ നമ്മൾ ശരിക്കും എൻകോഡ് ചെയ്യുവാണ്. ഓക്കെ, ആ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ആ ഓരോ സിമ്പിളിനെയും M1, M2 ഓക്കെ എക്സെട്ര ഓരോത്തിനെ നമ്മൾ എൻകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വേവ് ഫോം കിട്ടുന്നത്. സോ ദിസ് ഈസ് അല്ലേ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫോം ആണ് SI എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ M1 എമിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ S1 എന്ന് പറഞ്ഞൊരു വേവ് ഫോമിലേക്ക് എൻകോഡ് ചെയ്യപ്പെടും. M2 എന്ന് പറയുന്ന സിമ്പിളാണ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ S2 എന്ന് പറഞ്ഞിട്ടൊരു വേവിലേക്ക് അത് എൻകോഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെയാണ് ശരിക്കും നമ്മൾ ചാനലിൽ കൂടി അയക്കുന്നത് അല്ലേ. അപ്പോൾ ചാനലിൽ എന്ത് പറ്റും? അവിടെ നമ്മൾ AWG നോയ്സാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ നോയ്സും കൂടി ഇതിലേക്ക് ആഡഡ് ആയിട്ടാണ് നമുക്ക് ഫൈനലി റിസീവ്ഡ് വെക്ടർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ റിസീവ്ഡ് വെക്ടർ അല്ലെങ്കിൽ റിസീവ്ഡ് സിഗ്നൽ കിട്ടുന്നത് എപ്പോഴാണ്? ഇവിടെ ഓരോ സിമ്പിളും സെൻഡ് ചെയ്യുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ആർ റിസീവിങ് ദ എക്സ് വെൻ MI ഈസ് സെൻഡ്. നമ്മൾ M1 സെൻഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിസീവ്ഡ് വെക്ടർ കിട്ടും. M2 സെൻഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിസീവ്ഡ് വെക്ടർ കിട്ടും. M3 സെൻഡ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിസീവ്ഡ് വെക്ടർ കിട്ടും. സോ ദിസ് ഈസ് ദാറ്റ് കണ്ടീഷൻ വിച്ച് ഈസ് റിട്ടൺ ഇൻസൈഡ് ദിസ് ബ്രാക്കറ്റ് F ഓഫ് X bar MI. അതിനകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഒന്നുകിൽ SI ഓർ SI ഓർ SIJ ആ മെസ്സേജ് പോയിൻ്റാണ് M1. കാരണം നമുക്ക് ആ യൂക്ലീഡിയൻ സ്പേസിൽ
യൂക്ലീഡിയൻ സ്പേസിൽ കിട്ടുന്ന മെസ്സേജ് പോയിൻ്റ് ആയിരിക്കും ഓരോന്നും SIJ എന്ന് പറയുന്നത്, ഓരോ സിമ്പലിനും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഒന്നുകിൽ എക്സ് ബാർ SIJ എന്ന് പറയാം, ഇറ്റ് ഈസ് ഈക്വലൻ ടു എക്സ് ബാർ MI, ദിസ് ഈസ് MI. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ഇതായിരിക്കും. സോ ദിസ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദിസ് വെക്റ്റർ എക്സ്. അപ്പോൾ ഇത് ഞാൻ എന്താണെന്നാണ് പറഞ്ഞത്, ഇതിനകത്ത് ഓരോ എലമെൻറ്റും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ എന്ന് ഞാൻ പറഞ്ഞു. സോ ഐ ക്യാൻ റൈറ്റ്, see this is just for your understanding. So now let's write the received vector capital X in the conditional probability density function ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അതിനെ ഇങ്ങനെ എഴുതാം, അതിനിപ്പോൾ ഡൗട്ടൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദിസ്. ഓക്കെ, ഇതിനെ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ അല്ലേ ആ വെക്ടറിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ്? ഒരുപാട് റാൻഡം വേരിയബിൾസ് ഉണ്ട് അല്ലേ. അതിനകത്ത് ഒരു റാൻഡം വേരിയബിൾ X1 ആണ്, അതിൻ്റെ ഒരു സാമ്പിൾ വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെത്. ദെൻ കണ്ടീഷണൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ സെക്കൻഡ് റാൻഡം വേരിയബിൾ X2 നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, M2. ഓക്കെ, M2 അയക്കുമ്പോഴായിരിക്കും നമുക്ക് X2 കിട്ടുന്നത്. അങ്ങനെ M3 അയക്കുമ്പോൾ നമുക്ക് X3 കിട്ടും. ഓക്കെ, അങ്ങനെ M സിമ്പിൾസ് അയക്കുവാണെങ്കിൽ നമുക്ക് അത്രയും കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സി X1 X2 അപ് ടു Xn ഓരോന്നിൻ്റെയും കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഫൈനലി ഇവിടെ n റാൻഡം വേരിയബിൾസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ദാറ്റ് Xn കിട്ടുന്നത് Xn കിട്ടും എപ്പോൾ Mn എന്ന് പറഞ്ഞ സിമ്പിൾസ് അയക്കുമ്പോൾ. സോ ഓരോ റാൻഡം വേരിയബിളിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം ആ ഫുൾ വെക്ടറിനെ. ഓർ ദിസ് ഈസ് ഈക്വലൻ ടു, നമ്മൾ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് എഴുതുന്നത്? സോ ഇതെന്താണ് ഇതിൻ്റെ മീനിങ്, എന്താണ് ഇതെന്താണ് ഇതിന് മീൻ ചെയ്തിരിക്കുന്നത്? ദാറ്റ് മീൻസ് സിൻസ് ദ എലമെൻറ്റ്സ് ഓഫ്, ഓക്കെ, വൈ വി റോട്ട് ദിസ് ബിക്കോസ് സിൻസ്, ഓക്കെ, ഇത് എഴുതിയതിൻ്റെ കാരണമാണിത്. ദാറ്റ് ഈസ് സിൻസ് ദ elements, okay, since the elements of vector X are independent, the conditional probability density function of vector X, okay, condition എന്താണ്? given, എന്താണ് ഇവിടെ കണ്ടീഷൻ? MI ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, okay, given that the signal SI of t or symbol MI, ഞാനിപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, ഓർ സിമ്പിൾ MI ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറാണ്. ഓർ സിമ്പിൾ MI വാസ് ട്രാൻസ്മിറ്റഡ്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വെക്ടർ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, വാസ് ട്രാൻസ്മിറ്റഡ് is equal to, so ഇതിൻ്റെ conditional probability density function of X ആണ് എഴുതുന്നത്. ഓക്കെ, it can be written as the conditional probability density function of its individual elements. അതിനകത്ത് ഓരോ എലമെൻറ്റ്സ് X1 X2 അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതാം ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് എന്നും എഴുതാം. ഓക്കെ, ഓൾ ദ സെയിം ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ ഞാൻ ഇതിനെ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷനെ വേറൊരു രീതിയിൽ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് Fx ഓഫ് ഗെറ്റിംഗ് ദ വെക്റ്റർ സ്മോൾ x given these MI symbols was set. പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സമ്മേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ. പ്രോഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ പൈ ടേം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് ആണ്. സോ പ്രോഡക്റ്റ് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, പൈ, പ്രോഡക്റ്റ് ഓഫ് ഓരോ റാൻഡം വേരിയബിൾസും ആണ് അല്ലേ. സോ J X1 X2 അപ് ടു Xn. സോ അതിന് J എന്ന് കൊടുക്കാം. J എന്ന് പറയുന്നൊരു സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. J വേരിയിങ് ഫ്രം 1 to n. അങ്ങനെയാണെങ്കിൽ X1 X2നെ X3 അതിനെ ഞാൻ XJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻസൈഡിൽ ഇറ്റ് ഈസ് X1 X2 അല്ലേ. സോ ഇവിടെ XJ എന്ന് കൊടുക്കും. ആൻഡ് ഗിവൺ MI വാസ് സെൻറ്റ്. ഓക്കെ, വേറെ I എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിമ്പിൾസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ M സിമ്പിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും I അത്രയും വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നൗ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു
ഈ എക്സ് ജെ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ എങ്ങനെയുള്ളൊരു റാൻഡം വേരിയബിൾ ആണ്? വി നോ ദാറ്റ് എക്സ് ജെ ഈസ് എ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ അല്ലേ? അങ്ങനെ നമ്മൾ ബിക്കോസ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ വെക്ടർ എങ്ങനെയാണ് കിട്ടുന്നത്? ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ കൂടെ AWGN നോയ്സ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ഓഫ് ടി കിട്ടുന്നത്. അപ്പം ആ റിസീവ്ഡ് വെക്ടറിൻ്റെ അകത്തുള്ള റാൻഡം വേരിയബിൾസ് എല്ലാം ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ഈസ് ആൻ എക്സ് ജെ ഈസ് എ Gaussian distributed or is a Gaussian random variable ആണ്. is a Gaussian random variable. ഓക്കെ, എക്സ് ജെ എന്താണ് ഇത് അല്ലേ? ആ വെക്ടറിനകത്തുള്ള ഓരോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഗോഷ്യൻ റാൻഡം വേരിയബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു ഗോഷ്യൻ റാൻഡം വേരിയബിൾ എക്സ് ജെയുടെ മീനും വേരിയൻസും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മീൻ എന്താണ്, വേരിയൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, we learned what was the mean of this Gaussian random variable xj. with mean എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? with mean we got it as Sij. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ആൻഡ് വേരിയൻസ് ഓക്കെ, ആൻഡ് വേരിയൻസ് ഡിനോട്ടഡ് ആസ് സിഗ്മ സ്ക്വയർ ഓഫ് xj. ഓക്കെ, ആൻഡ് the mean denoted as mu ഓക്കെ ഓഫ് xj. വേരിയൻസ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? n0/2 ആയിരുന്നു വേരിയൻസ് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ഇനി നമുക്കൊരു കാര്യം അറിയാനുള്ളത്, ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇതൊരു അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. സപ്പോസ് ഇഫ് വൈ, okay, if y is a Gaussian random variable, okay, then അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ആൻഡ് യു ഹാവ് ടു ലേൺ ദിസ് ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നമുക്കില്ല. ഒരു ഗോഷ്യൻ റാൻഡം വേരിയബിൾ y ഉണ്ടെങ്കിൽ then the probability ഡെൻസിറ്റി ഫംഗ്ഷൻ, ഓക്കെ, അതിൻ്റെ ആ ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ്, ഓക്കെ, യു ഹാവ് ടു ലേൺ ദിസ് ഇക്വേഷൻ. ഇത് നമ്മൾ അടുത്ത മോഡ്യൂളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇവിടെ ഞാൻ y വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് fy ഓഫ് y is equal to 1/√2π ഇൻറ്റു നമ്മൾ യൂസ് ചെയ്ത് y അല്ലേ, അപ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് വരും ഇവിടെ, സിഗ്മ സ്ക്വയർ y 1/√2π വേരിയൻസ്. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ e⁻² എന്നും പറഞ്ഞു എഴുതാം. മൈനസ് ഓഫ്, ഓക്കെ, y മൈനസ് അതിൻ്റെ മീൻ ഓക്കെ, μy എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, y മൈനസ് മീൻ ദ ഹോൾ സ്ക്വയർ. ആ നെഗറ്റീവിനില്ല, ഈ ടേമിനാണ് ഹോൾ സ്ക്വയർ. ഈ ടേം ഡിവൈഡഡ് ബൈ 2 times ദ വേരിയൻസ്. ഓക്കെ, ഇത് എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതുന്നത്. e⁻² എന്നും നിങ്ങൾക്ക് പറഞ്ഞ് ഈ ടേം e⁻² എന്നും പറഞ്ഞു എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഒരു ഗോഷ്യൻ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഗോഷ്യൻ റാൻഡം വേരിയബിൾ ഏതാണ്? xj ആണല്ലേ. അങ്ങനെയാണെങ്കിൽ xjയുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഞാൻ പറഞ്ഞു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഹിയർ ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് xj ബാർ x എന്ന് എഴുതാം. ഓക്കെ, ഓർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്, അങ്ങനെ എഴുതാം. ഓക്കെ, x ബാർ mi ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/√2π ഇൻറ്റു xjയുടെ വേരിയൻസ്, ഓക്കെ, ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ഓഫ് എക്സ് അല്ലേ. എക്സ് ആണ് ഇവിടെ വൈക്ക് വരെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? എക്സ് മൈനസ് മീൻ. ഓക്കെ, ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഞാനിവിടെ xj യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു യൂസ് xj ഹിയർ. xj എന്ന് പറഞ്ഞ സാമ്പിൾ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? xj എന്ന് പറഞ്ഞ സാമ്പിൾ വാല്യൂ നമുക്കിവിടെ എഴുതാം. സോ ദാറ്റ് ഈസ്, ഓക്കെ, കാരണം ആ ഒരു jth കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. സോ xj എന്ന് എഴുതാം, xj എന്ന് പറഞ്ഞ സാമ്പിൾ വാല്യൂ. ഓക്കെ, മൈനസ് ഓഫ് ദിസ് xj മൈനസ് മീൻ ഓഫ് xj the whole square divided by
2 times the variance of xj. Okay, fine. Now this is equal to എന്താണ് ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 1 by അപ്പം ഇതിനെ ഇങ്ങനെ എഴുതാം f of xj ആ ഒരു സിഗ്നൽ കിട്ടും എപ്പോൾ എം ഐ സെൻഡ് ചെയ്യുമ്പോൾ എക്സ് കിട്ടുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഈ കണ്ടീഷനിൽ വന്നിരിക്കുന്നത്. റൂട്ട് ഓഫ് 2π ഇൻറ്റു വാട്ട് ഈസ് ദ വേരിയൻസ്? വേരിയൻസ് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ജെ n0/2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ് അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് ബ്രാക്കറ്റിൽ എന്താണ് മൈനസ് ഓഫ് എക്സ് ജെ മൈനസ് മീൻ എന്താണ് SIJ ആണ് അല്ലേ, മീൻ എന്ന് പറഞ്ഞാൽ SIJ ആണ്, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ നെഗറ്റീവിനല്ല സ്ക്വയർ, ഓക്കെ റിമെമ്പർ ദാറ്റ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ എക്സ്. ഇതെന്താണ്? വേരിയൻസ് ആണ്. വേരിയൻസ് എന്താണ്? n0/2 ആണ്. ഓക്കെ, ഈ 2 ഈ 2ഉം ക്യാൻസൽഡ് ആയി പോവും, ഈ 2 ഈ 2ഉം ക്യാൻസൽഡ് ആയി പോവും. ഓർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് വാട്ട് 1/√π n0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ഓഫ് xj minus SIJ the whole square divided by n0 എന്ന് വരും അല്ലേ, n0 എന്ന് വരും. ഓക്കെ, ഇതെന്താണ് ശരിക്കും? ഇതെന്താണ്? ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് ആ ഒരു പർട്ടിക്കുലർ ഒരു റാൻഡം വേരിയബിളിൻ്റെ അല്ലേ, എക്സ് എന്ന് പറഞ്ഞ റാൻഡം വെക്ടറിനകത്ത് ഏതോ ഒരു XJ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റാൻഡം വെക്ടറിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ആ റാൻഡം വെക്ടറിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ഓക്കെ, റാൻഡം വെക്ടറിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ, ക്യാപിറ്റൽ എക്സിൻ്റെത്. ഓക്കെ, അതിനെ എങ്ങനെ എഴുതാം? 1 എങ്ങനെയാണ് എഴുതുന്നത്? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു ആ ഇക്വേഷൻ. സി ദിസ് ഈസ് ദ ഇക്വേഷൻ. നമ്മൾ ഈ XJ എന്ന് പറഞ്ഞ റാൻഡം ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ, ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പം പൈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് പ്രോഡക്റ്റ്. പൈ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് വിച്ച് വി ജസ്റ്റ് ഫൗണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഇൻ ഇക്വേഷൻ 1. സോ ഇക്വേഷൻ 1 ക്യാൻ ബി മോഡിഫൈഡ് ആസ് this as product of what here? J is equal to 1 to n ഈ ഓരോ ടേമും അല്ലേ, 1/√π n0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഓഫ് xj minus SIJ the whole square divided by n0 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പം ഇവിടെ പ്രോഡക്റ്റിനെ അല്ലേ, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കണം. ജെയ്ക്ക് 1 കൊടുക്കുക, ജെയ്ക്ക് 2 കൊടുക്കുക അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ആണ്. സോ 1/π n0. ആദ്യം ജെയ്ക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ഓഫ് വി ക്യാൻ സേ x1 മൈനസ് SIJ the whole square by n0. ഓക്കെ, ഇൻറ്റു എക്സെട്ര അപ് ടു അടുത്ത് ജെയ്ക്ക് 2 കൊടുക്കണം, അങ്ങനെ ലാസ്റ്റ് ജെയ്ക്ക് n കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് n ടൈംസ് വരും. ഓക്കെ, ദിസ് മച്ച് ഇൻറ്റു n ടൈംസ്, ഓക്കെ, അപ് ടു n ടൈംസ് വരും. ദിസ് ഈസ് ദ nth ടേം. നമ്മൾ nth ടേം എഴുതുവാണ്, അങ്ങനെ 1 എഴുതി 2 എഴുതി, അങ്ങനെ nth ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/√π n0. ഓക്കെ, n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എക്സ്പൊണൻഷ്യൽ ഓഫ് ദാറ്റ് മൈനസ് ഓഫ് x മൈനസ് SIJ ദ ഹോൾ സ്ക്വയർ ബൈ n0 എന്ന് എഴുതാം. ഓക്കെ, n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ n ടൈംസ് ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ x⁻n എന്ന് എഴുതാം അല്ലേ. 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x², n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻n. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/√π n0 എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഈ 1/π n0 എനിക്ക് എങ്ങനെ എഴുതാം? π n0 ദ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് എഴുതിക്കൂടായോ അല്ലേ. 1/√, റൂട്ട് എന്ന് പറയുമ്പോൾ 1/2 ആണ്, അതിന് മുകളിലോട്ട് വരുമ്പോൾ മൈനസ് 1/2. ഇറ്റ് ഈസ് ഗെറ്റിംഗ് മൾട്ടിപ്ലൈഡ് n ടൈംസ് അല്ലേ. അപ്പം ഹോൾ റേസ് ടു n എന്ന് വരും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്?
മൈനസ് n ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് 1/√π n0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൈ n0 റേസ് ടു മൈനസ് 1/2. സോ ദിസ് ടേം മൾട്ടിപ്ലൈഡ് ബൈ n ടൈംസ് മീൻസ് ദിസ് ടേം എന്താ ഹോൾ റേസ് ടു n വരും. ആ n അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് n/2 വരും. ദാറ്റ് ഈസ് വാട്ട് ഐ റോട്ട്. അപ്പോൾ 1/√π n0 ഞാൻ അങ്ങനെ എഴുതി. ഇനി തീർന്നില്ല, നമുക്കിവിടെ ഈ റേസ് ടു ടേമും കിടക്കുവാണ് അല്ലേ, എക്സ്പൊണൻഷ്യൽ ടേം ആണ്. ഇവിടെ എക്സ്പൊണൻഷ്യൽ ടേം n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റേസ് ടു 1 ടേം multiplied by e raised to another term multiplied by n times കഴിയുമ്പം e raised to another term. So x raised to m into x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്, x raised to m plus n ആണ്. ഇവിടെ e raised to വരുമ്പം e raised to ഇത്രയും ടേംസും കൂടി നമ്മൾ ആഡ് ചെയ്യണം അല്ലേ, ബിക്കോസ് x raised to m into x raised to n is what, x raised to m plus n. അപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ ടേം ആണ്, e raised to ടേം ആണ്. അപ്പോൾ ആ പവർ എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. എത്ര ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം, n ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം, n ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം പവർ. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ എക്സ്പൊണൻഷ്യൽ ആണ്, എക്സ്പൊണൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് e raised to അല്ലേ. അപ്പോൾ ഞാനിവിടെ e raised toൻ്റെ ടേംസിൽ എഴുതുന്നേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, n ടൈംസ് ആഡ് ചെയ്യുമ്പം യു വിൽ ബി ഗെറ്റിംഗ് സി സമ്മേഷൻ ഈ പവർ, ദിസ് ഈസ് ദ പവർ, ഇതാണ് പവർ എന്ന് പറയുന്നത്. എക്സ്പൊണൻഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ പവർ, അത് n ടൈംസ് ആഡ് ചെയ്യുവാണ്. ദറ്റ് ഈസ് j ഈസ് ഈക്വൽ ടു 1 to n. ഓക്കെ, എക്സ് ജെ മൈനസ് Sij the whole square. ഓക്കെ, മൈനസ് പുറത്തുണ്ട്. ഓക്കെ, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വാട്ട്, ഡിവൈഡഡ് ബൈ n0 എന്ന് എഴുതാം. ഓക്കെ, ഇതിനകത്തുനിന്ന് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു n0 റേസ് ടു വാട്ട് മൈനസ് n/2 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എന്ന് തന്നെ എഴുതുവാണ് കേട്ടോ, ഈ റേസ് ടു എന്ന് എഴുതുന്നില്ല. ആ ടേമിനകത്ത് എക്സ്പൊണൻഷ്യൽ ടേമിനകത്തുനിന്ന് ഞാൻ ആ -1/n0 പുറത്തെടുക്കുകയാണ്. ഈ ഒരു സമ്മേഷൻ ടേമിൽ നിന്ന് -1/n0 പുറത്തെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സമ്മേഷൻ j ഈസ് ഈക്വൽ ടു 1 to n ഞാൻ ആ ജെയുടെ ടേംസിലേക്ക് മാത്രം കൊടുത്തു, ഈ മൈനസും n0 പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും ഇവിടെ, എക്സ് ജെ മൈനസ് Sij ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ വെക്റ്റർ എക്സ്. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ equation, this is the final equation that we get. Okay, അതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്താ മനസ്സിലാകുന്നത്, ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ്, Sijക്ക് ഡിപ്പെൻഡൻ്റ് ആണെന്ന് മനസ്സിലാകും അല്ലേ. അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ്, Sijക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, Sij, ഓർ നമുക്ക് പറയാം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ mi അല്ലേ. ഓരോ mi സിമ്പിൾസിനും അല്ലെങ്കിൽ ഓരോ m1നും ഓരോ m2നും ഓരോ m3ക്കും ഐ മീൻ ഓരോ സിമ്പിൾസിനും Sij മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സിമ്പിളിനും എന്ത് മാറുന്നുണ്ട്, ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ മാറുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദിസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റാൻഡം വെക്ടർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വെക്ടർ അല്ലെങ്കിൽ റിസീവ്ഡ് വെക്ടർ എന്ന് പറഞ്ഞു അല്ലേ, നമുക്ക് കിട്ടുന്ന വെക്ടർ. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദിസ് റിസീവ്ഡ് വെക്ടർ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് സിമ്പിൾ Sij. ഈച്ച് സിമ്പിൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഓരോ സിമ്പിളിനും ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വ്യത്യാസമാണ്. ഇനി നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷനിലേക്ക് പോകാം. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എഴുതിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ എഴുതിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് എന്ത്, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. L of mi വെച്ചിട്ടാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഈസ് represented by L of mi.
ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് സിഗ്നലിനെ ഡീകോഡ് ചെയ്യാനാണ്. അതായത് ഓരോ സിമ്പിളും നമ്മളിവിടെ അയക്കുന്ന അനുസരിച്ച് നമുക്ക് S1 കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ റിസീവ്ഡ് സിഗ്നലും കിട്ടും അല്ലേ. അപ്പോൾ X2 കിട്ടും. അപ്പോൾ ഈ X2നെ തിരിച്ച് ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ കിട്ടണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, അതിനെയാണ് ഈ ലൈക്ലിഹുഡ് ഡീകോഡിങ് എന്ന് പറയും. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ, കറക്റ്റ്ലി ഡീകോഡിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓരോ സിമ്പിളിനും വ്യത്യാസമായിരിക്കും. L(m1)ന് L(m2)ന് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഇത് എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ എഴുതിയ ഈ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഈ ഒബ്സർവേഷൻ വെക്ടറിൻ്റെ അല്ലെങ്കിൽ റിസീവ്ഡ് വെക്ടറിൻ്റെ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ കണ്ടീഷണൽ probability density function of the random variable x or the observation vector എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒബ്സർവേഷൻ വെക്ടർ ഓർ റിസീവ്ഡ് വെക്ടർ എക്സിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നെയാണ് എന്ത്? ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെയാണ് എന്ത്? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷനെക്കാട്ടിയും കൂടുതൽ നമുക്ക് കൺവീനിയൻറ്റ് ഈ ലോഗ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്. rather than finding likelihood function, it will be very convenient if we find log of this function. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണുന്നതിന് വരെ നമ്മളിങ്ങനെ ലോഗ് കണ്ടുപിടിക്കും. ഇതിനെയാണ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ rather than finding the likelihood function, it is convenient to use a log function. അപ്പം ഇതിൻ്റെ ലോഗ് എടുത്തിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോഗ് ഓഫ് ദിസ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L(mi). അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ ലോഗ് ഓഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷനെയാണ് നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ L(mi) എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ വെയർ L(mi), സ്മോൾ L(mi) എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലേ. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ടേക്കിംഗ് ദ ലോഗ് ഓഫ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ റിസീവ്ഡ് വെക്ടർ. നമുക്ക് റിസീവ്ഡ് ചെയ്യുന്ന ഓരോ സിമ്പിൾ വായിക്കുമ്പം നമുക്ക് റിസീവ് ചെയ്യുന്ന ആ വെക്ടറിൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടും. പക്ഷേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം അല്ലേ. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഒബ്സർവേഷൻ വെക്ടർ ഇതാണെന്ന് നമുക്ക് കിട്ടി. ഈ ഒരു ഇക്വേഷൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഈ ഒരു ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് πn0. This equation we are going to substitute. So what you will get? Pi into n0 the whole raised to minus n/2 into exponential or e raised to എന്ന് എഴുതാം. മൈനസ് ഞാൻ ഇവിടെ e raised to എന്ന് എഴുതാം, കാരണം അത് കുറച്ചുകൂടി ലോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പൊണൻഷ്യൽ എന്ന് എഴുതാം. ഓർ ഇ റേസ് ടു നമുക്ക് കിട്ടിയ ടേം എന്തായിരുന്നു? മൈനസ്, ആ ഇക്വേഷനിലേക്ക് നോക്കുക, -1/n0 j is equal to 1 to n xj minus sij the whole square. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ലോഗ് എടുക്കാൻ പോവുകയാണ് ഞാൻ. ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോൾ എന്താണ്? ഇതൊരു ടേം ആണല്ലേ. ഇ റേസ് ടു എന്ന് പറയുന്നത് മറ്റൊരു ടേമാണ്. സോ ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് അല്ലേ. ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. സോ ആദ്യം ഞാൻ ഈ ടേമിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? ലോഗ് ഓഫ് πn0 റേസ് ടു -n/2 പ്ലസ് ലോഗ് ബ്രാക്കറ്റിൽ എന്താണ്? ഇ റേസ് ടു ഈ ടേം അതേ കൂട്ട് എഴുതാം. -1/n0. ഞാനിവിടെ ഓരോ സ്റ്റെപ്പും കാണിക്കുവാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. എല്ലാ സ്റ്റെപ്പും കാണിക്കണമെന്നില്ല. in order to understand I am showing you all the steps.
ഓക്കെ, അങ്ങനെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതാം എനിക്ക്? ലോഗ് ഓഫ് എനിത്തിങ് റേസ് ടു ആ പവർ എന്ന് പറഞ്ഞാൽ പവർ എനിക്ക് താഴെ എഴുതാം അല്ലേ, -n/2 ലോഗ്, നമ്മുടെ ലോഗിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റാണ്. ഓക്കെ, പ്ലസ് ഇവിടെ ലോഗ് ഇ റേസ് ടു ദ പവർ, അപ്പോൾ പവറിനെ എനിക്ക് താഴെ എഴുതിക്കൂടെ അല്ലേ? ലോഗ് ഓഫ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം ലോഗ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ പവർ എന്താണ്? ഇ റേസ് ടുവിൻ്റെ പവറാണ്. ആ പവറിനെ എനിക്ക് താഴെ എഴുതാം -1/n0. ഓക്കെ, summation j is equal to 1 to n what xj minus sij the whole square എന്ന് എഴുതാം. തീർന്നോ? ഇല്ല, ലോഗ് ഇ. പക്ഷെ ലോഗിയുടെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ? ലോഗിയുടെ വാല്യൂ 1 ആണ്. അത് മാത്രമല്ല, ഈ ഒരു ടേമിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ മെസ്സേജ് സിഗ്നൽ വരുന്നുണ്ടോ? ഇല്ല. ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ അല്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ. ഓക്കെ, സോ വി ക്യാൻ സേ ദിസ് ടേം ഈസ് independent. This term is independent of the message signal or the symbol. MIക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ നമ്മൾ അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യും. വി വിൽ നിഗ്ലക്റ്റ് ദിസ് ടേം. ആൻഡ് ഇത് സെക്കൻഡ് ടേമിന് ലോഗ് ഇക്ക് നമ്മൾ എന്ത് കൊടുക്കും? ലോഗ് ഈസ് ഈക്വൽ ടു 1 എന്നും കൊടുക്കും. ഓക്കെ, ലോഗ് ഇ 1 എന്നും കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എൽ ഓഫ് എം ഐ എന്താണെന്നാണ് കിട്ടുന്നത്? വി ഗോട്ട് ഇറ്റ് ആസ്, ഈ സെക്കൻഡ് ടേം മാത്രമേ കാണത്തുള്ളൂ അല്ലേ? ദാറ്റ് ഈസ് -1/n0 summation j is equal to 1 to n xj minus sij the whole square എന്ന് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഓക്കെ, ഓർ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്, ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ലോഗ് ഓഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ജെ എന്ന് പറയുന്നത് എന്താണ്? ജെ വേരിയിങ് ഫ്രം, നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഉണ്ട് 1 to n, ആൻഡ് വാട്ട് ഈസ് ഐ വേരിയിങ് ഫ്രം വാട്ട് 1 to m എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഞാൻ പറഞ്ഞു ഡീകോഡിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് എറർ വളരെ കുറവായിരിക്കണം. അതായത് M1 അയക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ റിസീവ്ഡ് സിഗ്നൽ X1 ആണ് കിട്ടേണ്ടത്. ഓക്കെ, M1 അയക്കുമ്പോൾ X2 കിട്ടരുത്. X2 കിട്ടിയാൽ അത് എററാണ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ്ലി നമ്മൾ X1നെ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ X1 ഡീകോഡ് ചെയ്യുമ്പോൾ M1 കിട്ടണം. അല്ലാതെ X2 ഡീകോഡ് ചെയ്യുമ്പോഴാകരുത് M1 കിട്ടേണ്ടത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് മീൻസ് നമുക്ക് M1 സെൻഡ് ചെയ്യുമ്പം കിട്ടുന്ന റിസീവ്ഡ് വെക്ടർ X1 ആണ്, M2 സെൻഡ് ചെയ്യുമ്പം കിട്ടുന്നത് X2 ആണ്. സോ X1നെ ഡീകോഡ് ചെയ്യുമ്പം ഡിറ്റക്റ്റ് ചെയ്യുമ്പം M1 ആയിരിക്കും കിട്ടേണ്ടത്, M2 ആയിരിക്കരുത് കിട്ടുന്നത് അല്ലേ? ഓക്കെ, അതുപോലെ X2 ഡീകോഡ് ചെയ്യുമ്പോൾ M2 ആണ് കിട്ടേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി M1. അപ്പോൾ കറക്റ്റ്ലി ഡീകോഡ് ചെയ്യണം. ഡീകോഡിങ് നമ്മൾ എറർ കൂടാതെ കറക്റ്റ് ചെയ്യണം. ആ കേസിൽ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്താൽ മാത്രമേ, ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ എറർ ഫ്രീ ആയിട്ടുള്ള ഡീകോഡിങ് നടക്കത്തുള്ളൂ. സോ ഇൻ ഓർഡർ ടു minimize error or in order to minimize error, okay, that is for good decoding or for good decoding this likelihood function or log likelihood function. Okay, it has to be എപ്പോഴും ഇത് എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ? മാക്സിമൈസ് ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി മാക്സിമൈസ്ഡ്. മിനിമൈസ് ചെയ്യരുത്, എപ്പോഴും അത് വലുതാകണം. ഇറ്റ് ഷുഡ് ബി മാക്സിമൈസ്ഡ്. ഇതിൻ്റെ മീനിങ് നെക്സ്റ്റ് ഡീകോഡിങ് പഠിക്കുമ്പം യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മച്ച് ബെറ്റർ. ഓക്കെ, അതായത് അപ്പോൾ ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഓരോ MI സിമ്പിളിനും ഇത് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ M1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L ഓഫ് M1 ആണ്. M2 അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് L ഓഫ് M2 ആയിരിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഏത് സിമ്പിളാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിളിൻ്റെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിരിക്കും ബാക്കി സിമ്പിൾസിനെക്കാട്ടി ഒക്കെ എപ്പോഴും ഗ്രേറ്റർ. അതായത് നിങ്ങൾ M2 ആണ് അയക്കുന്നതെങ്കിൽ L ഓഫ് M2 ആയിരിക്കും എപ്പോഴും L ഓഫ് M1നെക്കാട്ടിയും ഗ്രേറ്റർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സിമ്പിളിന് അത് മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ വിച്ച് വിൽ ഹെൽപ്പ് us in decoding the symbol correctly, because likelihood function
is actually different for each mi. So maximizing this likelihood function means we are finding the mi which will help us in maximizing this function. Okay. So L of mi, for example, ഇപ്പോൾ M2 ഗ്രേറ്റർ എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും M2 ആണ് സെൻഡ് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഡീകോഡിങ്ങിന് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അഥവാ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ സഹായിക്കും. ആൻഡ് വൺ മോർ തിങ്, നമ്മളിവിടെ ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ശരിക്കും എടുത്തത് ഞാൻ പറഞ്ഞു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ഓക്കെ, ദർ ഈസ് വൺ മോർ റീസൺ ഫോർ ദാറ്റ്, ബിക്കോസ് ദിസ് ലോഗ് എന്ന് എടുക്കുമ്പോഴത്തേക്കും ലോഗ് ഫംഗ്ഷൻ, ഓക്കെ, ലോഗ് ഫംഗ്ഷൻ ഈസ് always a monotonically increasing function ആണ്. Okay, logarithmic function or log function is always a monotonically increasing function ആണ്. കാരണം ഈ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷനും പോസിറ്റീവ് ആയിരിക്കും. സോ ഈവൻ ഇഫ് വി റെപ്രസെൻറ്റ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ബൈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഓൾ ദ സെയിം, ബിക്കോസ് ലോഗറിതമിക് ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, അതുകൊണ്ട് കൂടിയാണ് നമ്മളവിടെ ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം. Okay, and thank you. This is all about likelihood function. In the next class we will learn how to decode the received signal using this likelihood function. Thank you.